അവനെ വീട്ടിൽ കയറ്റില്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കാത്തിരുന്നത്. ഇന്നലെ രാത്രി കണ്ട് പരിചയപ്പെട്ടാണ് ഓൻ പറഞ്ഞത്. ഇന്നാലും ഒറ്റ രാത്രി കൊണ്ട് അമ്മയും മങ്ങളും മറന്നു പോകാനുള്ള ബന്ധം എന്താണ് മനസ്സിലാവാത്തത്? എന്നിട്ടിപ്പോ അവരെവിടെയുണ്ട്? അവന്റെ ഒരു ചങ്ങാതിന്റെ വീട്ടിലാ, ഇവിടെ നളിനന്റെ. നിങ്ങൾ പോയി അവൾ ഏതാണെന്നും പ്രഭാകരന്റെ കൂടെ വന്നത് എന്തിനാണെന്നും അന്വേഷിക്കണം. ഇരിക്കൂ, കാപ്പി കുടിക്കേ. സ്വന്തവും ബന്ധമൊന്നും ഇല്ലാത്തൊരു പെണ്ണിനെ എത്ര നാളിങ്ങനെ കൂടെ താമസിപ്പിക്കും? ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം പരാതി കൊടുത്താലോ? അവള് പ്രായപൂർത്തിയായ പെണ്ണല്ലേ, അവളുടെ ഇഷ്ടമാണെന്ന് പറയും. പോരെങ്കിൽ ഇന്ദു താമസിക്കുന്ന ഇപ്പൊ എന്റെ വീട്ടിലാ. ഇവിടെ എന്റെ ഭാര്യയുണ്ട്, ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കൂല. അല്ല, ഒരു സത്യം കൂടി ഞങ്ങൾ അറിഞ്ഞോട്ടെ. ഒരൊറ്റ രാത്രി കൊണ്ട് എനിക്ക് പെണ്ണിന് അത്ര ഇഷ്ടപ്പെട്ടു പോയോ? അല്ല, അതിന് സാമർത്ഥ്യമുള്ള പെൺപിള്ളാരും ഉണ്ടേ. നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അവിടെ കല്യാണം കഴിച്ചോ. പിന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രതീക്ഷിക്കാതാണല്ലോ പലതും നടക്കുന്നത്. ഒരു പ്രത്യേക ചുറ്റുപാടിൽ പ്രഭാകരൻ ആ പെണ്ണിന് അഭയം നൽകേണ്ടി വന്നു. അതുകൊണ്ട് അവർ തമ്മിൽ പ്രേമമായിരിക്കണം നിർബന്ധമില്ല. ആയിക്കൂടൊന്നുമില്ല. One night may make wonders. പ്രഭാകരനകത്തുണ്ടോ? ഉണ്ട്, സൂക്ഷിച്ച്. അകത്ത് ഇൻസ്പെക്ടറും ഉണ്ട്. ആരുണ്ടായ എനിക്കെന്താ? ഞാൻ എന്റെ ചെറുക്കനെ കാണാൻ വന്നതാ. എന്നാ പിന്നെ എന്നോട് എന്താ പറഞ്ഞേ? ഒന്നുമില്ല. പ്രഭാകര, എന്തോ നടന്നാ നിന്റെ മനസ്സിലിരിപ്പ്? എങ്ങാണ്ട് കിടന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് പെട്ടെന്നുള്ള വേണ്ടെന്നായോ? അമ്മ, ഇത് നമ്മുടെ വീടല്ല, പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനെ പറ്റിയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ 1-2 പോലീസ് സ്റ്റേഷൻ കണ്ടതിന് ശേഷമാണ് നീ എന്റെ വയറ്റിൽ ജനിച്ചത് തന്നെ. മാറ് കുഞ്ഞ്, എന്നെ പറ, എന്റെ ഭാഗത്ത് എന്താ തെറ്റുള്ളത്? ഞാൻ ഇവന്റെ അമ്മയാ. എന്നോട് ചോദിക്കാൻ പറയാൻ ചെയ്യാതെ ഇവൻ ഏതോ ഒരു പെങ്കൊച്ചിനെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നു. എന്റെ വീട്ടിൽ അവളെ താമസിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അന്ന് അവിടെ കയ്യും പിടിച്ചോണ്ട് ഇവൻ ഇറങ്ങിപ്പോയതാ. പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവൻ തരുന്നതല്ലാതെ ഞങ്ങൾക്ക് വേറെ വരുമാനം ഒന്നുമില്ല കുഞ്ഞ്. അമ്മ വിഷമിക്കാതെ വീട്ടിൽ പോണം. പ്രഭാകരനോട് ഞാൻ സംസാരിക്കാം. നാളെ ശമ്പളം കിട്ടും, ഞാൻ കാശ് കൊടുത്തയക്കാം. കാശിന് വേണ്ടി മാത്രമല്ലടാ ഞാൻ വന്നത്, നിന്നെ ഒന്ന് കാണാൻ കൂടാ. എന്നാലും ഒരു അലവലാതി പെണ്ണ് വന്നപ്പോ നീ എന്നെ മറന്നല്ലേ മക്കളെ. പ്രഭാകരൻ, ഏതാണ് ആ പെണ്ണ്? ഇന്ദു ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. രണ്ടാനച്ഛൻ അവളെ വിൽക്കാൻ ശ്രമിച്ചു, അവൾ ഓടിപ്പോന്നു. ഇതൊക്കെ പ്രഭാകരന് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണോ അതോ അവൾ പറഞ്ഞതോ? അവള് പറഞ്ഞതാ. അത് വെറും നുണയല്ലെന്ന് എങ്ങനെ അറിയാം? ഒരു പക്ഷേ അവൾ ഒരു കൊലപാതകം നടത്തിയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലോ? പ്രതിക്ക് അഭയം നൽകിയ കുറ്റത്തിന് പ്രഭാകരനെ അറസ്റ്റ് ചെയ്യും, ജോലിയും പോവും. സ്വാമി അല്ലടാ, സ്വാമി. എഴുതിയോ? നീ തന്നെ കൊണ്ട് കൊടുക്ക്. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ? ഇനി എത്രയും വേഗം രണ്ടുപേരും ഒരു ബെഡ്റൂമിലേക്ക് മാറാൻ നോക്കണം. ഇതാ. നീ എന്നോട് പറഞ്ഞ നിന്റെ കാര്യങ്ങളൊക്കെ നേര് തന്നെയാണോ? എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? എന്താ പെട്ടെന്ന് സംശയം തോന്നാൻ കാരണം? ഞാനൊരു പോലീസുകാരനായതുകൊണ്ട് എന്നോട് ചോദിക്കാനും പറയാനും മേലെ ആളുകളുണ്ട്. അതുകൊണ്ട് നീ എന്നോട് നേര് പറയണം. നീ ആരെയും കൊന്നിട്ട് ഓടി വന്നതാണോ? അവിടെ ഉണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ. അങ്ങോട്ട് ചെന്നേ. പ്രഭാകരൻ ആ പെണ്ണ് വേണ്ടാത്തോറും ചോദിച്ച് കരയിപ്പിക്കുക. എന്താ ഇവിടെ? എടാ, ഒരു പെണ്ണിനെ രക്ഷിക്കാൻ തീരുമാനിച്ച പുരുഷൻ ആദ്യം വേണ്ടത് നട്ടല്ല. നാട്ടുകാർ പലതും പറയും, അതൊക്കെ കേട്ട് തുള്ളാൻ തുടങ്ങിയ എന്താണ് സാർ? നല്ല പടക്കണായില്ല സാർ. എനിക്കെന്താണ്? എനിക്കല്ല, നമ്മളെ കെട്ടിയോക്ക് ഓൾ എപ്പോഴും പറയും നല്ല നാടൻ അയില ഉണ്ടാക്കൊണ്ടിരാന്. നിന്റെ കെട്ടിയൊക്കെ അയില വാങ്ങാനുള്ള സർക്കാർ വേണ്ടി? ഇനിയിപ്പോ 4 അയിലക്ക് വേണ്ടി ഞാൻ ടെമ്പോ ബുക്ക് ചെയ്യേ. അബ്ദുള്ള, ഒരു 5-10 എനിക്ക് വാങ്ങിച്ചോ. ഒന്ന് വേഗം തരണം.
അതിലെന്താ വില? 10 റുപ്യക്ക് 5. ഇതിൽ നിന്നൊരു 3 കിലോ. എങ്ങോട്ടാണ്ട് ഓടുന്നേ? ഇവിടെ വേണോ? അയിലാന്ന്. തിമിംഗലത്തിൽ പിടിക്കാൻ പോകുമ്പോ അയില വാങ്ങണം. അങ്ങോട്ട് വാസുവിടെ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ 2 കൈ ഞാൻ അടിച്ചോടിക്കും. പിന്നെ ചുറ്റിക ഉയർത്താൻ പറ്റില്ല. പറയടാ, വാസു എവിടെ ഉണ്ട്? അവൻ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. പ്രഭാകരനെ തട്ടിയിട്ട് അവൻ നിങ്ങൾക്ക് പിടിതരൂ. ആ കാര്യം അച്ചട്ടാ. പ്രഭാര, ഇന്ന് രാത്രി എന്തായാലും സൂക്ഷിക്കണം. നീ വീട്ടിൽ പോകണ്ട, സ്റ്റേഷനിൽ തന്നെ കിടന്നു. അങ്ങനെ പേടിച്ചെടുന്ന വാസു ആരാ? കായംകുളം കൊച്ചുണ്ണിയോ? നിങ്ങളുടെയൊക്കെ കഴിവേട് കൊണ്ട് ചാടിപ്പോയപ്പോ അവനെ നിങ്ങൾ തന്നെ ഹീറോ ആക്കാണ്. പണ്ടാണ് ഈ പ്രഭാകരൻ ഒറ്റക്കായിരുന്നു. ഇപ്പൊ ആ പെണ്ണും വീട്ടിലില്ലേ? വടിവാള് വാസു വാക്ക് വലിച്ച ആ പെണ്ണ് കല്യാണത്തിന് മുമ്പേ വിധവയാവും. എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ അബ്ദു. വാസുവിന് കൂടുതൽ ദേഷ്യം എന്നോടാണെന്ന് സമ്മതിച്ചു. പക്ഷെ അബ്ദുക്കാനെ വഴി വെച്ച് ഒറ്റ കിട്ടി അവൻ തട്ടും. ഇൻഷാല്ലാ. അമ്മേ, ശ്രീകൃഷ്ണന്റെ അച്ഛനും അമ്മയും വരുന്നു. അയ്യോ, ഇങ്ങോട്ട് കേറി ഇരുന്നാട്ടെ. പ്രഭാകരൻ ഇവിടെ ഇല്ല. ഇവളുടെ അച്ഛനും പുറത്തോട്ട് പോയിരിക്കാണല്ലോ. വെറുതെ കയറിയിരുന്ന് സമയം കളഞ്ഞിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ അവരെ രണ്ടുപേരും കണ്ടിട്ടും കാര്യമൊന്നുമില്ല. മാധവക്കുറുപ്പേ, പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ മിണ്ടാതെ നിൽക്കണം. ഓ. ഗൗരിയമ്മേ, അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ കുടുംബമാഹാത്മ്യം കൊട്ടിഘോഷിച്ചായിരുന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞതാ, പണവും പദവിയുമല്ല തറവാടിന്റെയും കുടുംബത്തിന്റെയും സൽപ്പേരെ ഞാൻ നോക്കുന്നുള്ളൂ എന്ന്. ഇപ്പൊ എന്തായി? ഇങ്ങനൊരു കുടുംബത്തിൽ നിന്ന് എന്റെ മകന് പെണ്ണ് വേണ്ട. എന്തായി പറയുന്നത്? കല്യാണം നിശ്ചയിച്ചിട്ട് നിങ്ങളുടെ മകൻ ആ പോലീസുകാരൻ സ്വഭാവദൂഷ്യമുള്ളവനാണെന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നു. അവൻ കൂടെ താമസിപ്പിച്ചിരിക്കല്ലേ. ഒരു പോലീസുകാരന്റെ അനിയത്തിയെ എന്റെ മോൻ കല്യാണം കഴിക്കുന്നത് ഞാൻ സഹിക്കും. എന്നാൽ ഒരാഭാസന്റെ പെങ്ങളെ എന്റെ മരുമകളാക്കുന്ന പ്രശ്നമേ ഇല്ല. മാധവകുറുപ്പേ, ഇനി നമുക്കിവിടെ എന്താ കാര്യം? നടന്നോളൂ. അവരെ കുറ്റം പറയാൻ നോക്കൂ. ആ പെണ്ണിന് ഗർഭമുണ്ടെന്നും കൊച്ചു മറ്റാരുടേതാണെന്നൊക്കെ കേൾക്കുന്നു. ചേട്ടൻ അങ്ങനെ പലതും കേൾക്കും. എന്തൊക്കെയായാലും എന്റെ കൊച്ചേട്ടൻ നിങ്ങളോളം ബോർനല്ല. എന്താടി ആങ്കാരി നീ പറഞ്ഞതിന്റെ അർത്ഥം? ചേച്ചിയുടെ ഭർത്താവിന്റെ തൽസ്വരൂപം ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ആ കൊച്ചിനോർത്ത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നീ എന്തിനാ അത് പറയാൻ പോയത്? അവളെ കൂടെ വഴിയാതാരാക്കണോ? നീ പൊന്നുപോലെ വിചാരിക്കുന്ന നിന്റെ ചേട്ടൻ കാരണമല്ലേ കല്യാണം മുടങ്ങിയത്? എന്റെ കല്യാണം മുടങ്ങില്ല. പിന്നെ അവരിപ്പോ പറഞ്ഞിട്ട് പോയതോ? ദാശാനിയമ്മ മാധവക്കുറുപ്പല്ലേ എന്റെ കഴുത്ത് താലിയേട്ടാൻ പോണത്. ശ്രീകൃഷ്ണനാ. ആഹാ, ദേ ഇനി അവനുമായിട്ട് കൊഞ്ചാനോ കൊഴയാനോ പോയാൽ നിന്റെ കാലി എന്തെങ്കിലും ഒടിക്കും. ഓ, ഇതിനി ആരാണാവോ? കണ്ടിട്ട് ഒരു മുഖപരിചയം തോന്നുന്നില്ലല്ലോ. പ്രഭാകരൻ ഇവിടെ ഇല്ലേ? നിങ്ങളാരാ? ഞാൻ അവന്റെ ഒരു കൂട്ടുകാരനാ. ആ, കൂട്ടുകാരനായിട്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അവനിപ്പോ ഇവിടെ അല്ല താമസം. പലചരക്കടക്കാരൻ നളിനന്റെ വീട്ടില. എവിടുന്നോ കൊണ്ടുവന്ന ഒരു പെണ്ണുണ്ട് കൂടെ. ഈ അമ്മയുടെ ഒരു നാക്ക്. വരുന്നവരോടൊക്കെ എന്തിനീ പുരാണം പറയാൻ നിൽക്കുന്നേ? നീ പോടി.
അയ്യോ വേണ്ട അയ്യോ എന്താ ഇത്? വിടെ, വേണ്ട വേണ്ട അടുത്ത് വരരുത്. രണ്ടര ഞാൻ വിട്ടും. വെട്ട് ആദ്യം എന്നെ തന്നെ വെട്ട്. എന്നെ കൊന്നിട്ട് ഇവിടുന്ന് പോയാ മതി. എന്നെ രക്ഷിച്ചവരുടെ വീട്ടിൽ തന്നെ കക്കാൻ വന്നു അല്ലേ? എന്ത് പോളെ നീ നീ ഇവിടെ എങ്ങനെ വന്നു? ഇറങ്ങിപ്പോ ഇവിടുന്ന്. എനിക്ക് ഇങ്ങനെ ഒരു ചേട്ടനില്ല. എന്റെ ചേട്ടൻ പണ്ടേ ചത്തുപോയി. വാസുവിടെ ഓടിക്കളഞ്ഞു. പ്രഭാരം പിന്നാലെ പോയി. അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. പ്രഭാകരൻ ഇനി കൂടുതലായി അഭിനയിക്കണമെന്നില്ല. കാമുകിയുടെ ആംഗളയുമായി ഒത്തുകളിച്ച് ഡിപ്പാർട്ട്മെന്റിനെ പരിഹസിക്കുകയാണല്ലേ? മാഡം, ഞാൻ എല്ലാം അന്വേഷിച്ചറിഞ്ഞു. ഇന്ദു വാസുവിന്റെ അനിയത്തിയാണ്. സത്യമായിട്ടും എനിക്കത് അറിഞ്ഞൂടായിരുന്നു. വാസുവിനെ പിടിക്കാൻ ഇനി പ്രഭാകരന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. നാരായണുള്ളേ വരൂ. എന്നെ കൊല്ലാൻ ആങ്ങളൊക്കെ ഒത്താശ ചെയ്യാനാണോ ഇവിടെ വന്നത്? എനിക്കൊന്നും അറിയാൻ വയ്യായിരുന്നു. ചേട്ടൻ രാത്രിയിൽ ഈ വീട്ടിൽ കയറി വരുമെന്ന് എനിക്കെങ്ങനെ അറിയാം? കള്ളന്റെ പെങ്ങളെന്ന് പറഞ്ഞ് ആളുകൾ കളിയാക്കുന്നതുകൊണ്ട് ഞാൻ ആരോടും എന്റെ ചേട്ടനെ കുറിച്ച് സംസാരിക്കാറില്ല. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അധികം സംസാരിക്കേണ്ട കാര്യമില്ല. ഈ നിമിഷം നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. നിനക്ക് അമ്മയുണ്ട്, തന്റെ ഇടമുള്ള ഒരു ആങ്ങളയുണ്ട്. എന്റെ സഹായം നിനക്ക് ഇനി ആവശ്യമില്ല. പൊയ്ക്കോ നിന്റെ പാട്ടിന്. വാസുവിന്റെ പെങ്ങളുമായി എനിക്ക് ഒരു ബന്ധവും വേണ്ട. നളിനൻ ഈ കാര്യത്തിൽ ഒന്നും പറയരുത്. ആ ഇൻസ്പെക്ടർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഞാൻ ഇവളുടെ ആങ്ങളെയും കൂടെ ചേർന്ന് ഒത്തുകളിയാണെന്ന്. ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും അങ്ങനെ വിശ്വസിക്കൂ. എന്റെ ജോലിയും പോവും. അവൾ അവളുടെ ചേട്ടന്റെ കൂടെ പോട്ടെ. പോയിക്കോളൂ. പോകാനല്ലേ പറഞ്ഞത്? പ്രഭാകരൻ ചെയ്തത് കടുങ്കയായി പോയി. ഈ പെരുമഴയത്ത് അവളെ ഇറക്കി വിട്ടത് ശരിയായില്ല. ഇത് എന്റെ വീടാണ്. നീയാണ് അവൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. നീ തന്നെ അവൾ നല്ലവളാണെന്ന് എന്നോട് പറഞ്ഞത്. മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം. അവൾ എന്ത് പഠിച്ചു? മര്യാദയ്ക്ക് അവളെ തിരിച്ചു വിളിച്ചോണ്ട് വാ. പോടാ.